കുട്ടികളുടെ മനസ്സുകൂടെ നിങ്ങൾ കാണണം. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരുമോ? അങ്ങനെ വരികയാണെങ്കിൽ അത് വളരെ അപൂർവമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി ആയില്ലെങ്കിൽ കൂടി അവരനുഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ തങ്ങി തന്നെ കിടക്കും. അവരുടെ ക്യാരക്ടറിനെ ഫോം ചെയ്യുന്നത് തന്നെ അത്തരം അനുഭവങ്ങളാണ്. നിങ്ങളുടെ ഒരു ജീവിത സാഹചര്യത്തിലല്ല ഇപ്പൊ ആ കുഞ്ഞുങ്ങൾ വളർന്നത്. അതാദ്യം മനസ്സിലാക്ക്. എന്നാ പിന്നെ ഇവിടെ അങ്ങ് താമസിപ്പിക്കുക. ഞാനങ്ങ് പോയേക്കാം കുഴിമന്തിക്കാട്ടിലോട്ട്. നിങ്ങൾക്ക് പിന്നെ കുഴിമതിക്കാട് നോക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോവാം. പക്ഷേ ആൻസിയുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും നിങ്ങളെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നേരാ. അവർക്കേ തന്തേക്കാളും തള്ളേക്കാളും ഇഷ്ടം അവരുടെ ഈ കൊച്ചാപ്പനോടാ. ആ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം ഈ കൊച്ചാപ്പന്റെ മനസ്സ്. ആ മനസ്സറിയാവുന്നതുകൊണ്ടാണ് അവര് കോളനിയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത്. അത് പിന്നെ അവന്മാരുടെ കൂടെ വന്ന് അതും ഇതൊക്കെ പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ വീടിനകത്തൊന്ന് വലിച്ചടിച്ചോണ്ടെന്നാ അവര് പേടിക്കായിരിക്കുമോ? പേടിക്കത്തില്ലേ സാറേ? പേടിക്കും സർ. തൽക്കാലം ഞങ്ങൾക്ക് എവിടെയെങ്കിലും താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തരുമോ? മാത്രമല്ല എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലിയും വേണം. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ പോലും നിവൃത്തിയില്ലാതായിപ്പോവും. കുറച്ച് പൈസ ബാങ്കിലുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഏകദേശം തീരാറായി. ഇനി അങ്ങോട്ടേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്തേ പറ്റൂ. സാറായതുകൊണ്ട് പറഞ്ഞതാ. ജോലിയോ? എന്ത് ജോലി? ഒരു ജോലിയും ചെയ്യണ്ട. കൊച്ചാപ്പനുള്ളിടത്തോളം കാലം ആൻസിമോൾ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതിനുള്ള വകയൊക്കെ കൊച്ചാപ്പൻ കരുതി വെച്ചിട്ടുണ്ട്. സാറേ, എനിക്കുള്ള സമ്പാദ്യമൊക്കെ ഞാൻ സുഷം ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ, അത് ഈ മോക്കും കൊച്ചുങ്ങൾക്കും ഉള്ളതാ. എല്ലാത്തിനും തീരുമാനം ഉണ്ടാകുന്നവരെ വല്ലവരുടെ മുമ്പിൽ പോയി കൈ നീട്ടണോ? കൊച്ചാപ്പൻ എന്നെ സമ്മതിക്കത്തില്ല. സമ്മതിക്കുന്ന പ്രശ്നമില്ല. സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. കഴിഞ്ഞോ? എന്നാ ചായ കുടിക്കേ. ആൻസി, കുട്ടികളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തോ പൈസയുടെ കാര്യങ്ങളെ കുറിച്ച് ഓർത്തോ ഇപ്പൊ വിഷമിക്കരുത്. വേറെ വീടും അന്വേഷിക്കേണ്ട കാര്യമില്ല. കണ്ടോ സാറേ, ഇവിടെ തന്നെ താമസിക്കാനാ പറയുന്നത്. സാർ അങ്ങനെ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലേ ആൻസിമോളും പിള്ളേരും സാറിന്റെ കൂടെ തന്നെ താമസിക്കണം. കൊച്ചപ്പൻ എന്തൊക്കെയാ പറയുന്നേ? അതെ, സാർ എന്തെങ്കിലും മനസ്സിൽ കണ്ടു കാണും. മനസ്സിൽ കാണാതെ സാർ ഒന്നും ചെയ്യത്തില്ല. ഇല്ല സാറേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നതേ ഞാൻ ആൻസി വർഗീസിനെ മിന്നുകെട്ടി ഇവിടെ താമസിക്കുന്നല്ലേ? അതല്ലേ നിങ്ങളുടെ മനസ്സിൽ വന്നേ? അതെ. എന്താ അതിന് കുഴപ്പം? സാറിന്റെ മനസ്സിലും അതല്ലയോ? കൊച്ചാപ്പനത് മനസ്സിലാവും. മോളെ, കോടതിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാനുള്ള കേസേ ഇപ്പൊ അങ്ങ് ശരിയാകുമേ. പിന്നെ കൊച്ചുങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. മോളെ അങ്ങനെ വേണം. ഇവനോടൊക്കെ പ്രതികാരം ചെയ്യാൻ ഇത് തന്നെ വേണം. മോള് KGS കൂടെ അന്തസ്സായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ഇവന്റെയൊക്കെ കണ്ണ് മഞ്ഞളിക്കണം. അവൻ പോയി തൂങ്ങിച്ചാവട്ടെ, അന്തസ് കെട്ട തെണ്ടികള്. നിങ്ങളുടെ ചവിട്ട് നാടകം കഴിഞ്ഞോ? തുടങ്ങുന്നേ ഉള്ളൂ സാറേ. സാർ ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കേട്ടപ്പോഴേ എന്റെ മനസ്സങ്ങ് തുറന്നു. മനസ്സിനകത്ത് താളവും മേളവും ഒക്കെ അങ്ങോട്ട് മുറുകി സാറേ. ആ താളവും ചിട്ടയും ഒക്കെ ഇനി ഞാൻ ആ സ്റ്റേജിലോട്ട് കയറി ഒരാട്ടമൊക്കെ ആടുന്നുണ്ട്. സാർ നോക്കിക്കോ. നിങ്ങൾ കരുതുന്ന പോലൊന്നുമല്ല കാര്യങ്ങള്. ആനന്ദനെയും അവന്റെ കുടുംബക്കാരെയും തോപ്പിക്കാൻ വേണ്ടി ആൻസിയും KGSും ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ആൻസിക്ക് ആൻസിഡ് ആയിട്ടുള്ള ലക്ഷ്യമുണ്ട്, എനിക്കും. ഒരു വിവാഹം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ലത്. അതെ, ഇതൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ ക്ലീശേ. നമ്മുടെ ലക്ഷ്യം വേറെയാ. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിന് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആൻസിയും മക്കളെയും ഈ വീട്ടിൽ നിർത്താനല്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനാ. കേട്ടോ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സർ, ഇനി എന്താ വേണ്ടെന്ന് സാർ പറഞ്ഞാൽ മതി. ആൻസി കൊച്ചാപ്പനെയും മക്കളെയും കൂട്ടി തോണിക്കരയ്ക്ക് പോണം. തോണിക്കരയ്ക്കോ? വേറെ എവിടെ പോയാലും അങ്ങോട്ട് പറ്റില്ല സർ. അതിനാ അലക്സും ആനയും സമ്മതിക്കത്തില്ല. അവരുടെ സമ്മതത്തിനാ ഇപ്പൊ ആൻസി പോകേണ്ടത് അവിടെ തന്നെയാ. കണ്ടോ, ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതാ. ഞാനിവിടെ വേർപ്പൊഴുക്കി ഉണ്ടാക്കിയതാ സാറേ ആ വീട്. നമ്മൾ അവിടെ തന്നെയാ താമസിക്കേണ്ടത്. സാറേ, ഇത് ശരിയാവത്തില്ല. ആ വീട് ആനിക്കും അലക്സിനും കൂടെ എഴുതി കൊടുക്കുവാന്ന് വാക്ക് കൊടുത്തത് അനന്തു. ഇനി അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതാ.
അവക്കൊരു ദോഷവും വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊച്ചാപ്പനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയത്. അത് നിങ്ങളുടെ ഭർത്താവ് പറയിപ്പിച്ചതല്ലേ? അത് നിങ്ങൾക്കൂടെ അവകാശപ്പെട്ട വീടാ. അത് അവർക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് നിങ്ങളെ അവിടുന്ന് പുറത്താക്കിയതാ. അതിന് ആനിയെ അവർ ഉപയോഗിച്ചു. യഥാർത്ഥത്തിൽ ആ വീട് ആൻസിക്ക് അവകാശപ്പെട്ടത് തന്നെയാ. സർ അത് അനന്തുവിന്റെയാണ്. അനന്തുവിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആയിക്കോട്ടെ, ഭർത്താവിന്റെ പേരിലുള്ള വീടും വസ്തുവൊക്കെ അത്. അപ്പോ ഭർത്താവിന് അവകാശപ്പെട്ടതുപോലെ ഭാര്യയ്ക്കും മക്കൾക്കും അനുഭവിക്കാനുള്ള അവകാശം ഉണ്ട്. ഭർത്താവ് കഴിഞ്ഞാൽ ആ വസ്തുവിന്മേൽ അവകാശം ഭാര്യയ്ക്കും മക്കൾക്കും തന്നെയാ. അത് കഴിഞ്ഞേ വരുന്നുള്ളൂ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും മറ്റു ഏത് ബന്ധുക്കളാണെങ്കിലും. അതുകൊണ്ട് നാളെ രാവിലെ ആൻസി കൊച്ചാപ്പനെയും കുട്ടികളെയും കൂട്ടി അങ്ങോട്ട് തന്നെ പോകും. സർ ഇത് പ്രശ്നം ഉണ്ടാക്കുവര്. ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണാതെ. ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് നേരിടാനുള്ള വഴികളുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ അഡ്മിഷനൊക്കെ വാങ്ങി അവരവിടെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നതല്ലേ. സർ ഞങ്ങളിപ്പോ ചെന്ന് കയറുമെന്ന് വിചാരിച്ചോ? ഞാൻ അവിടെ ചെന്നു എന്ന് പറഞ്ഞിട്ട് ഈ ആനി എന്തെങ്കിലും അവിവേകം കാണിച്ച് എന്ത് ചെയ്യും? ഇല്ല ആൻസി, അവരൊന്നും ചെയ്യില്ല. അനിയത്തിയല്ലേ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാലോ. മനസ്സിലായില്ലേ? കൊച്ചാപ്പൻ മുന്നിൽ നിൽക്കും.